തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 വരെയാണ് പ്രചാരണത്തിനുള്ള സമയം. മറ്റന്നാളാണ് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തിരഞ്ഞെടുപ്പ്. 6 മണിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവസാനവട്ട പ്രചാരണ തിരക്കിലാണ്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ചെന്നൈയിൽ പര്യടനം നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി സേലത്തും എടപ്പാടിയിലും പ്രചാരണം നടത്തും. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, കനിമൊഴി MP എന്നിവരും പ്രചാരണത്തിൽ സജീവമാണ്. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണവും ഇന്നാണ് അവസാനിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളും കലാശക്കൊട്ടിനായി ബംഗാളിലെത്തുന്നുണ്ട്. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ 182 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട പോളിംഗ് മറ്റന്നാൾ നടക്കുന്നത്. ഇത്രയും മണ്ഡലങ്ങളിൽ SIR നടപടികൾക്ക് ശേഷം 3.22 ലക്ഷം വോട്ടർമാരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ ബംഗാളിലെ കൂച്ച് ബീഹാർ, അലിപുർദുവാർ, ജൽപായ്ഗുരി, ഡാർജിലിംഗ്, മാൾഡ അടക്കം ജില്ലകളാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള മൂർഷിദാബാദിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 100 കണക്കിന് കേന്ദ്രസേനാംഗങ്ങളെ പ്രശ്നബാധിത ബൂത്തുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏപ്രിൽ 29-നാണ് ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.